ഓം ശ്രീനാരായണ പരമഗുരവേ നമ. സുപ്രഭാതം. 1542 ദിവസമായ ഇന്ന് 2025 ആഗസ്റ്റ് മാസം 4 തീയതി തിങ്കളാഴ്ച, 1200 ആണ്ട് കർക്കിടക മാസം 19 തീയതി. ഗുരുവചനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ധർമ്മമാർഗം കാട്ടി സ്വധർമ്മത്തെ പരിപാലിക്കുന്നവൻ മഹർഷികളിൽ വച്ച് ശ്രേഷ്ഠനാകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 24 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു വിധത്തിലുള്ള ദ്വൈതത്തിനും അവസരം നൽകാത്ത ഈ ജ്ഞാനവചസ് നമ്മിലെല്ലാം നിർവികാരമായ നിത്യസാക്ഷിയായിരിക്കുന്നു. വാമൊഴിയായും വരമൊഴിയായും ആർജിച്ചിട്ടുള്ള വിജ്ഞാന ശേഖരങ്ങളെല്ലാം ചുട്ടുകളയുക. അപ്പോൾ ശബ്ദജാലങ്ങളുടെ മഹാരണ്യത്തിൽപ്പെട്ട് വഴിതെറ്റി അലയാതെ എല്ലാ അറിവുകളുടെയും ആകത്തുകയെ ഈ ജ്ഞാനവചസ് നമുക്ക് നൽകും. അത് അറിയപ്പെടേണ്ട എല്ലാറ്റിൻ്റെയും പ്രതിനിധിയാണ്. എല്ലാ അറിവുകളുടെയും ഉള്ളു തുറന്നു കാണിക്കുന്ന താക്കോലാണ്. ബുദ്ധി തൻ്റെ ധാരണാപരവും യുക്തിപരവും പ്രത്യക്ഷാനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ കഴിവുകളൊക്കെ സമാഹരിച്ച് ഈ ജ്ഞാനരഹസ്യത്തെ കൈക്കലാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ബുദ്ധിപരമായി പരിഹാരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നമെന്ന നിലയിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിൽ പരാജയം സമ്മതിച്ച് നിരാശയോടുകൂടി ബുദ്ധിക്ക് പിൻവാങ്ങേണ്ടി വരുന്നു. നമ്മുടെ ശ്രദ്ധ ഒരുതരം അമ്പരപ്പോടുകൂടി ഈ ജ്ഞാനരഹസ്യത്തിൽ കേന്ദ്രീകരിച്ച് അതിനെ കൈക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നിൽ നിന്നോ അടിയിൽ നിന്നോ എന്നറിയാനാവാത്ത വണ്ണം വന്ന് നമ്മെ പൂർണ്ണമായി ഗ്രസിച്ചു കളയുന്നു. ഗുരുവരുളിൻ്റെ രഹസ്യം കരതാമലകം പോലെ അനുഭവഗോചരമായി തീരണമെന്നുണ്ടെങ്കിൽ നാം അതിലമർന്ന് അത് മാത്രമായി തീരണം. അപ്പോൾ അത് ആത്മാഭിന്നമാണെന്ന് വെളിവാകുന്നു. ഈ രഹസ്യം സദാസമയവും ആത്മാവിൽ തന്നെ ഇരുന്നു കൊണ്ട് സ്വയം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിനെ മറ്റെവിടെയൊക്കെയോ അന്വേഷിക്കുന്ന തെറ്റ് ചെയ്യുകയായിരുന്നല്ലോ എന്ന് അപ്പോൾ വെളിവാകും. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.